ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളകച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളകച്ചാറാണ്. ആ മുളകച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന മുളകാണ്. ഇത് നന്നായിട്ട് നമുക്ക് കഴുകി ഡ്രൈ ചെയ്ത് എടുക്കണേ. അപ്പോൾ നമ്മളുടെ മുളകുകളെല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വരഞ്ഞ് കീറി എടുത്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് നോക്കാം. ഞാൻ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒലിവ് ഓയിലൊന്ന് ചൂടാക്കി എടുക്കണേ. അധികം ചൂടാകല്ല, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ കമ്പള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യണം. അങ്ങനെ ഒറ്റമാതി തിളച്ച് മാറി അതിലേക്ക് ഞാനൊരു 3 സ്പൂണ് കടുക് ഇട്ട്, അതിലേക്ക് നമ്മൾ പെരുംജീരകം ഇട്ടു, അതിലേക്ക് ഞാൻ 2 സ്പൂണ് ഉലുവ ഇട്ട് എടുക്കണേ. ഇതിൻ്റെ കടുകൊക്കെ ഇതിൻ്റെ എല്ലാം നേരമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി ചൂടാകാം. അപ്പോൾ നമ്മളുടെ കടുകും പെരുംജീരകവും ഉലുവായും എല്ലാം നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ എൻ്റെ ഈ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ഞാൻ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 1 സ്പൂണ് ജീരകം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് സാധാ നോർമൽ പെരുംജീരകമല്ല, സാധാ ജീരകം കേട്ടോ, നോർമൽ ജീരകം. ഇത് ഞാൻ സെപ്പറേറ്റ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകം പെട്ടെന്ന് ഇതാവുന്നത് കൊണ്ടാണ്. ഇതുപോലെ നമുക്ക് ഒന്നിച്ചിട്ടും വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജീരകത്തിൻ്റെ ഒക്കെ ഒരു കളറെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ തരിയായിട്ട് വേണം അരച്ചെടുക്കാനേ. അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകല്ലേ. ഇനി ഇത് നമുക്ക് ഉപ്പ് മഞ്ഞളും കൂടി ചേർക്കണേ. ഇതിന് ഉപ്പ് ചേർത്ത് കൊടുത്തേ. ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തേ. ഒരു സ്വല്പം മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാവേ. അതിലേക്ക് നമ്മൾ മുമ്പ് ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കാവേ. ആ ചൂടാക്കി വെച്ച എണ്ണ ഒഴിച്ച് നീ നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ ഉപ്പും അപ്പോൾ നമ്മൾ ഇതുപോലെ കീറി വെച്ചിരിക്കുന്ന ഈ മുളകിലേക്ക് ഈ പൊക്കിപ്പിടി കട്ട് ചെയ്തേ. ഇതുപോലെ നമ്മൾ കീറി വെച്ചിരിക്കുന്ന മുളകിലേക്ക് നമ്മൾ ഈ മസാല ഇങ്ങനെ എല്ലാം നന്നായിട്ട് ചേർത്ത് തിക്കി നിറച്ച് വെക്കണേ. അതുപോലെ എല്ലാം അപ്പോൾ നമ്മളുടെ എല്ലാ മുളകുകളും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് മസാലയെല്ലാം നന്നായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലയെല്ലാം നല്ലതുപോലെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് വേണം നമുക്ക് ബോട്ടിലേക്ക് ഇടാൻ. നമ്മളുടെ ബാക്കിയിരുന്ന എണ്ണയില്ലേ, ആ എണ്ണയിലേക്ക് ഇതുപോലെ എല്ലാം നല്ലതുപോലെ ടിപ്പ് ചെയ്ത്
ഇതുപോലെ ടിപ്പ് ചെയ്തിട്ട് നമ്മൾ അതെ. അപ്പം ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ എണ്ണയിൽ മുക്കി ടിപ്പ് ചെയ്ത് ഇതിനകത്ത് ഇടാം. നമ്മൾ എല്ലാം നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് ടിപ്പ് ചെയ്ത് നമ്മൾ ബോട്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പം നീയും ബാലൻസ് വരുന്ന ഈ എണ്ണയെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ബാലൻസ് ഒന്ന് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മളിത് വിനാഗിരിക്ക് പകരം ഇതിലേക്ക് സ്വല്പം നാരങ്ങ നീര്, ഞാനൊരു 4 നാരങ്ങയുടെ നീരാണ് ഇവിടെ പിഴിഞ്ഞ് വെച്ചേക്കുന്നത്. ഈ നാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മളെല്ലാം നന്നായിട്ട് ടിപ്പൊക്കെ ചെയ്ത് നല്ല ഇതാക്കി വെച്ചു. അതിലേക്ക് നമ്മൾ സ്വല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാനാണ്. നിങ്ങൾക്ക് ആ പുളിയുടെയൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് പുളി വരേണ്ടതാണ്. പക്ഷെ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ. അപ്പോൾ നമ്മൾ എണ്ണയെല്ലാം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാവുന്നതാണ്. നമ്മുടെ അച്ചാർ നമ്മൾ എണ്ണയെല്ലാം ഒഴിച്ചു നല്ല ഇതുപോലെ വെച്ചു. നമുക്ക് 2 ദിവസം കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെയിൽ കാണിക്കണേ.